എല്ലാവർക്കും മലബാറിയായിട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കാർ കളക്ഷൻസ് എല്ലാം കൂടി കാണിക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മളെ ഫ്രീ കാറാണ്. ഇത് സെയിൽ ചെയ്യാൻ കഴിയില്ല, കളയാനും കഴിയില്ല. പിന്നെ അടുത്ത വണ്ടി ഏതാണെന്ന് വെച്ചാൽ എല്ലാ ആഡ് ഉണ്ടുള്ള വേറെ വണ്ടിയാണ്. ഇതെല്ലാം ആഡ് ഉള്ള വണ്ടിയാണ്. പക്ഷേ ഇതെല്ലാം ആഡ് ഉണ്ടുള്ള വണ്ടി ഞാൻ വാങ്ങിക്കുന്നത് കാരണം ഞാൻ ഈ അക്കൗണ്ട് എടുക്കാണ്ട് ഒരു മാസം ഈ അക്കൗണ്ട് എടുത്തില്ല. അതുകൊണ്ട് എൻ്റെ അനിയന് അതിൽ കയറി കളിച്ച് എൻ്റെ 50 മില്യൺ പിന്നെ 3 മില്യൺ ആക്കി. പിന്നെ കുറേ വണ്ടികൾ വിറ്റിയാണ് ഇത്രയും പൈസ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് നമ്മളെ കളക്ഷൻസ് കാണാം. അപ്പോൾ പിന്നെ ഒരു ആഡ് ഉള്ള വണ്ടി തന്നെ വരുന്നത് സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ അലോയൊന്ന് മാറ്റിയിട്ടുള്ളൂ. പിന്നെ ഒരു ഹോണ്ടൻ്റെ ഒരു വണ്ടിയാണ് സ്റ്റോക്ക്. ഇതും സ്റ്റോക്കാണ്. ഇതെല്ലാ വണ്ടിയും സ്റ്റോക്കാണ്. ഇതൊന്നും ഞാൻ വാങ്ങിയിടുന്നതല്ല, ഓൻ വാങ്ങിയിട്ടതാണ്. എനിക്ക് ഇങ്ങനത്തെ ആഡുള്ള വണ്ടിയും ഇഷ്ടമല്ല. ഇത് ഞാൻ വാങ്ങിയതാ 10,000 ആഡുള്ള വണ്ടിന്. പക്ഷേ ചെറിയ ലുക്ക് വാങ്ങി. പിന്നെ ഇതുണ്ട്, ഇതൊക്കെ ആഡുള്ള വണ്ടിയാണ്. ഇതൊക്കെ സ്റ്റോക്കാണ്. കുറച്ചും കൂടി പോയാലേ നല്ല അടിപൊളി വണ്ടികൾ കാണാൻ കഴിയുള്ളൂ. ഇതൊക്കെ സ്റ്റോക്ക് തന്നെ, ജസ്റ്റ് കളറൊക്കെ മാറ്റിയിട്ടുള്ളൂ. ഇത് സെക്കൻഡ് ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ഒരു ഉണ്ടാക്കിയ വേണമാണ്. പിന്നെ വരുന്ന എല്ലാ വണ്ടിയും സ്റ്റോക്കാണ്. സൂപ്പർ കുറച്ച് കോയിൻ കിറ്റൊക്കെ ആണ്. ഇത് മോഡിഫൈ ചെയ്താണ്. ഇതൊക്കെ സാധനം സ്റ്റോക്ക് തന്നെ ആക്കി വെച്ചാൽ. പിന്നെ സിവിക്ക് ഒരു കിറ്റ്കാറ്റ് പോലെ ആക്കി വെച്ചത്. ഇതൊക്കെ സാധനം സ്റ്റോക്ക് തന്നെയാണ്. ഇതൊക്കെ ജസ്റ്റ് കളറേ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും മോഡിഫൈ ചെയ്തിട്ടില്ല. ഇത് മോഡിഫൈ ചെയ്തത്. ഇത് V16 എഞ്ചിനാണ് വെച്ചിരിക്കുന്നത്. 2000 സംതിങ് ഹോഴ്സ് പവർ ഉണ്ട്. പിന്നെ ഇതൊക്കെ സാധാ സ്റ്റോക്ക് GTR R33 2 ഒക്കെ ആണ്. പിന്നെ ഇത് ഗ്ലിച്ച് കാറാണ്. ഇപ്പോൾ മറിഞ്ഞു, ഇത് ഗ്ലിച്ച് കാറാണ്. ഞാൻ ഇതുമായിട്ട് റൈഡ് വേണോ കാണിച്ചത്. ഇതൊരു പോലീസ് വണ്ടിയാണ്, ഡോഡ്ജ് ചാർജർ. ഇതൊരു പോലീസാണ്. പിന്നെ വരുന്നൊരു ഗോൾഫാണ്. ഇതും പോലീസ് കാറാണ്. പിന്നെ പോലീസ് എന്ന് പറഞ്ഞാൽ മോഡിഫിക്കേഷൻ ചെയ്തത്, അതായത് 2 മില്യൺ വാങ്ങിയത്. പക്ഷേ ഇത് പോലീസ് അല്ലാതെ സ്റ്റിക്കർ ഇട്ടിട്ടുള്ളൂ. ഇത് പിന്നെ പോർഷയാണ്, കളർ കാട്ടിയിട്ടുള്ളൂ. എല്ലാം മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. ഇത് വെൽഫെയർ ആണ്. ഇത് മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. ഇത് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് V16 എഞ്ചിനാണ്, 1000 സംതിങ് ഹോഴ്സ് പവർ ഉള്ളത്. പിന്നെ ഇത് സ്റ്റോക്കാണ്. പിന്നെ വരുന്ന ഒരു മസ്താങ്ങാണ്, മലബാറി ആക്കിയതാണ്, കൊളായിപ്പോയി. പിന്നെ സ്റ്റോക്ക് ഫെറാറിയാണ്. ഇതിനെ ഞാൻ ബിഗ് കൺസ്ട്രക്ഷനിൽ വേണ്ടി എടുത്തതാണ്. ഇതും ഞാൻ അതിന് വേണ്ടി എടുത്തതാണ്. പിന്നെ വരുന്ന ഒരു ബസ്സാണ്. ഇത് ഞാൻ കൊമ്പൻ 0 ഹോളിഡേയ്സ് ഒക്കെ ആക്കി വെച്ചിരുന്നു. 0 ഹോളിഡേയ്സ് കൊമ്പനാണ്. പിന്നെ ബാക്കിലെ ഹോള് ഈ നമ്പർ ഉണ്ടെന്നല്ല, ഈ വണ്ടീൻ്റെ ഓണറിൻ്റെയാണ്. ഇത് ഞാൻ എക്സ്ചേഞ്ച് അടിച്ചാണ് എൻ്റെ M5 എടുത്തിട്ട്. പിന്നെ വരുന്ന ഒരു ക്യാരവാനാണ്, പോലീസാണ്. ഒരു ക്യാരവാൻ. പിന്നെ ഇതൊക്കെ സ്റ്റോക്ക് വണ്ടിയാണ്. പിന്നെ ഒരു M4 എടുക്കുന്നുണ്ട്, പോലീസാണ്. പിന്നെ ഒരു ഫോർച്യൂണറാണ്. ഈ ഫോർച്യൂണർ ഇത്ര റെയർ വണ്ടിയാണ്. ഇത് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്ത് ഹൈറ്റൊക്കെ കൂട്ടിച്ചാണ്. ഇത് ഇത്ര റെയർ വണ്ടി എന്ന് എല്ലാവരും പറയുന്നത്. പിന്നെ ഒരു ഹൈലക്സ് ആണ്. ഇത് ഇങ്ങനത്തെ
ഇത് GMC ആണ്. പിന്നെ ഇത് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളൂ. ഇത് ഞാനിത് Audi R8 ആണിത്. ഇതെല്ലാം കൂടി വാങ്ങിട്ട ഞാനല്ല, ഇത് അങ്ങനെയാണ്. ഇതിന് GTR R35 ആണ്. V16 എഞ്ചിനായതുകൊണ്ട് 1000 സംതിങ് ഹോഴ്സ് പവർ ഉണ്ട്. പിന്നെ ഇതൊരു പോലീസാണ്. ഇതും 1000 സംതിങ് ഹോഴ്സ് പവർ ഉണ്ട്. പിന്നെ വരുന്ന ഒരു BMW ആണ്. ഇത് നമ്മൾ സ്പീഡ് ഗെയിം പോലെ ആക്കിയതാണ്. ഇതും പോലീസാണ്. 1000 സംതിങ് ഹോഴ്സ് പവർ ഉണ്ട്. പിന്നെ വരുന്ന ഒരു സാധാ വണ്ടിയാണ്, പക്ഷേ 1000 സംതിങ് ഹോഴ്സ് പവർ ഉണ്ട്. പിന്നെ ഒരു സാധാ ബുഗാട്ടിയാണ്. പിന്നെ ലാഫറാണ് വരുന്നത്. ഇത് 1000 സംതിങ് ഹോഴ്സ് പവർ ഉള്ളൂ. പിന്നെ ഒരു F1 ആണ്. പിന്നെ ഇത് എൻ്റെ ഡ്രീം വണ്ടിയാണ്, പോലീസാണ്. ഇതിൻ്റെ ഡ്രീം കാറായിരുന്നു. ഇത് പോലീസാണ്. പിന്നെ ക്രിസ്മസ് കിറ്റൊക്കെ ആഡ് ചെയ്തതാണ്. ഇത് സാധാ വണ്ടിയാണ്. ഇത് സാധാ വണ്ടി. അപ്പോൾ നമുക്ക് ഗ്ലിച്ച് കാർ എടുത്ത് റൈഡ് പോവല്ലേ. നമുക്ക് സിംഗിൾ പ്ലെയർ പോവാം. നല്ല സുഖമായി പോകാൻ കഴിയും. വീട്ടിൽ പോകണ്ട, വീട്ടിൽ വണ്ടിയിലല്ല, വണ്ടി കൊണ്ട് കഴിയാം. ഹൈവേ പോവാം, നല്ല സുഖം പോവാം. ഹൈവേയിലെ വണ്ടി നേരെ പോവുള്ളൂ. ഇതാണെങ്കിൽ ഗ്ലിച്ച് കാറല്ലേ, നല്ല സ്പീഡിലാണ് പോവുക. ഇത് എൻജിൻ ഓണാക്കണം. ഹൈവേ ആയിരുന്നു പറ്റിച്ച്. നമുക്ക് ഒന്നും കൂടി എക്സിറ്റ് അടിച്ച് ഹൈവേ കയറാം. അതിൻ്റെ അവസ്ഥ, വണ്ടി ഫുള്ള് ഇടിച്ച് പ്രശ്നം ഉണ്ടാക്കലാണ്. അപ്പം ഞാൻ ഇതെടുത്ത് ഇറങ്ങലൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത് സാധാ പോലെ എവിടെയെങ്കിലും വെച്ചു. ഇതെടുത്ത് ഇറങ്ങാൻ പേടിയാണ്. അപ്പോൾ നമുക്കിനി മാപ്പ്, അപ്പോൾ അത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരു റോഡൊന്നും കാണില്ല. അതാ കണ്ട് സ്പീഡ് കണ്ടില്ല പോണ. ഇതാണ് ഗ്ലിച്ച് കാർ. ഇതിന് ഭയങ്കര സ്പീഡാണ്. ഇത് കയ്യിൽ നിൽക്കില്ല. നമുക്ക് എൻജിൻ ഓഫ് ആക്കിയിട്ടാലേ കയ്യിൽ നിൽക്കും. എൻജിൻ ഓഫാണ്. അതിൻ്റെ മുന്നത്തെ സ്റ്റിക്കർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് പോവല്ലേ. അയ്യോ വണ്ടി സ്റ്റാർട്ടാക്കട്ടെ. അങ്ങനെ സ്പീഡ് പോകും. പോവാറുണ്ട് പറപ്പിച്ചിട്ട്. ഇത് ബാലൻസ് ചെയ്യാൻ ഭയങ്കര പാടട്ടോ. പക്ഷേ ഇത് സ്പീഡ് പറഞ്ഞോ, സ്പീഡ് അറിയോ. ഇപ്പം തന്നെ 20,000 എത്ര പോകുന്നുണ്ട് ഈ വണ്ടി. ഞാനൊരു 10 മില്യൺ വാങ്ങിയതാണ്. ഈ വണ്ടി വാങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഗ്ലിച്ച് കാറാണ്. അപ്പോൾ നമ്മൾ എക്സിറ്റ് അടിക്കുകയാണ്. ഇനി ഈ വണ്ടിയും വെച്ച് ബാലൻസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ് ബൈ മലബാർ.